ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം 57,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി കുറവാണ്ട. ഇപ്പോൾ 2 വർഷമായി വണ്ടി. ഇതിൽ കൂടുതലായിട്ടാണ് എനിക്ക് വേറെ വർക്കുള്ളതുകൊണ്ടാണ് വണ്ടി അധികം ഞാൻ ഓടാറില്ല എന്നാണ് സംഭവം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇത് കണ്ട സാൻഡ് പേപ്പർ നമ്മുടെ വണ്ടി ടെസ്റ്റാണ്ട ഗൈസ്. വണ്ടി പണിയാനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മേടിച്ചിട്ടുണ്ട്. പെയിൻറ്റ് പച്ച, ബ്ലാക്ക്, മഞ്ഞ എല്ലാം മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വ്യാഴാഴ്ച ടെസ്റ്റാണ്. ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണ ശനിയാഴ്ചയാണ്. നൈസായിട്ട് ഞാൻ പുട്ടിയൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊക്കെ പേപ്പർ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഷീറ്റ് കണ്ട, ഈ ഷീറ്റ് ഞാൻ മാറിയതാണ്ട ഗൈസ്. ഷീറ്റ് ഇതാണ് നമ്മുടെ പഴയ ഷീറ്റ്. ഇന്നലെ വലിച്ചെറിഞ്ഞിട്ട് താഴ്ത്തിട്ട് അഴുക്കായതാണ്. ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മാറിയേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇളവ് കണ്ട ഇവിടെ വെച്ച് കറക്റ്റ് ഞാൻ വരച്ചെടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചേക്കണേണ്ട ഗൈസ്. സംഭവം സൂപ്പറാണ്. ഒട്ടിച്ചേക്കണമെന്ന് അറിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പടുത പെയിൻ്റ് അടിക്കുന്നുണ്ട്. പെയിൻ്റ് അടിക്കുമ്പോൾ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം മൊത്തം കവർ ചെയ്യും. ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ ഒന്നുകൂടി പെയിൻറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ സംഭവം സൂപ്പറാവും. വണ്ടി ബോഡിയെല്ലാം പണിയണമെന്ന് ഓർത്തിരുന്ന് വെച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഷോക്ക് ആയതുകൊണ്ട് അത് ഉപേക്ഷിച്ച് നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ചെറിയ പാച്ചൊക്കെ ഉണ്ട്. അതൊക്കെ രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യും. ഇതെല്ലാം ഇളക്കും കേട്ടോ. മാറ്റൊക്കെ എടുത്ത് മാറ്റും. പിന്നെ നമ്മുടെ സീറ്റ് കമ്പനി സീറ്റാണ്. അപ്പോൾ ടെസ്റ്റ് കഴിയുമ്പോൾ കാറിൻ്റെ സീറ്റ് കയറ്റും. അതിൻ്റെ കവറെല്ലാം പുതിയ അടിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് റെക്സിനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. റെഡും ബ്ലാക്കും ആണ്. പിന്നെ ഈ തട്ടിൻ്റെ ഈ കളറ് ഈ ബ്ലൂ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ആകുമ്പോൾ ആ റെഡും ബ്ലാക്കൊക്കെ കൂടി മിക്സ് ചെയ്തൊരു പെട്ട സാധനം അടിക്കും. പിന്നെ ഈ തട്ടഴിച്ച് മാറ്റും. ഇത് ഞാൻ അടിച്ചതാണ്. ഇത് MDF ആണ്. ഇതിപ്പോൾ അഴിച്ച് മാറ്റിയിട്ട് GA ഷീറ്റിൽ ഞാൻ അടിച്ചെടുക്കും. എന്നിട്ട് അതിലും റെക്സിനടിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടി. പിന്നെ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ വർക്കിലോട്ട് പോകാം. അത് നമ്മൾ പേപ്പറൊന്ന് നനച്ചെടുത്തിട്ട് സാൻഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സാൻഡ് ചെയ്ത് നല്ല ലെവലാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ ഓടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ പേപ്പറിൻ്റെ അടിയിൽ മരക്കട്ടിട്ടിട്ട് നമ്മൾ ലെവലായിട്ട് പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പെയിൻ്റൊക്കെ ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് ആറൊക്കെ റീപെയിൻറ്റ് ചെയ്യണ പോലെ ഒരുപാട് പണിയൊന്നും പണിയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വലിയ തകരാറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പണിയൊന്നും പണിയണ്ട, കുഴപ്പമില്ല. പിന്നെ വീലൊന്നും പെയിൻറ്റ് ചെയ്യണമല്ലോ. പിന്നെ അണ്ടർകോട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അണ്ടർകോട്ട് അടിക്കുന്നുണ്ട്. ഒരു ഇപ്പം ഉണ്ടാവില്ല. അണ്ടർ ബോഡി കോട്ട്, ഈ കോട്ടും കൂടി ചെയ്യണ്ട കേട്ടോ. നമ്മുടെ അടിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല അടി. എന്നാലും അത് ചെയ്യണം. നമ്മുടെ വണ്ടിക്ക് നല്ലതാണ്. തുരുമ്പൊന്നും എടുക്കൂല. എന്താണെങ്കിലും ഞാൻ പേപ്പർ പിടിക്കട്ടെ. അതായത് നമ്മുടെ പുട്ടി പിടുത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടി ഏകദേശം വലിയ കുഴപ്പമില്ല കേട്ടോ. സ്റ്റെപ്പൊന്നുമില്ല. സെറ്റപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇല്ല ഗൈസ്, നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വണ്ടിയുടെ 60 സർവീസും കൂടി ചെയ്യണ്ട കേട്ടോ. 60,000 കിലോമീറ്റർ കാണിച്ചു തരാം. ഓയിൽ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. എൻജിൻ ഓയിൽ ഗ്രേവ്സിൻ്റെ കണ്ട CNG ഓയിൽ. ഓക്കെ. പിന്നെ ഗ്യാസ് ഫിൽറ്റർ, ഇത് കോൺസെറ്റാണ് കേട്ടോ. ഫ്രണ്ടിലെ ടോപ്പിലെ കോൺസെറ്റാണ്. ഇത് ഏകദേശം വില തന്നെ 381 രൂപയാണ്. പിന്നെ ഇത് ഫ്രണ്ടിലെ ഷോക്കിൻ്റെ അവിടുത്തെ ബുഷാണ് കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ബുഷാണ്. 3
ഇതും അത് തന്നെ. ഇത് ഫ്രണ്ട് ആക്സിലിൻ്റെ നെട്ടാണ്ട, നെട്ട് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, പുറമെ മേടിച്ച്. ഇത് ക്ലച്ച് കേബിളാണ്ട, ക്ലച്ച് കേബിള് ബജാജിൻ്റെ ഒറിജിനലല്ല, ഇത് റംസൺസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ്. കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ബജാജിൻ്റെ ഒറിജിനലൊക്കെ ഞാൻ മേടിച്ചിട്ട് പൊട്ടിപ്പോയതാണ്ട. ഇപ്പോൾ ഇതിൽ കിടക്കണത് ഇന്നർ കേബിൾ മാറിയേക്കണേ. ഇത് ഹെഡിൻ്റെ പാക്കിങ്. അപ്പോൾ സർവീസൊക്കെ കൂടി നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടേ ചെയ്യാനുള്ളത്. ഇത് എല്ലാം കൂടി നടക്കില്ല. പെയിൻറ്റിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം സമയം വൈകിയാലും ടെസ്റ്റിനുള്ള കണ്ടീഷനാവും. ഇത് മറ്റേ പഴയ പടുത്ത അവിടുത്തെ ഇമ്മാതിരി സാധനം ഇപ്പോൾ ദ്രവിച്ചു പോട്ട്. പിന്നെ ഇത് നമ്മൾ ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ കോൺസെപ്റ്റ് അത് അതിൻ്റെ ഒപ്പം തന്നെ വാൽവിൻ്റെ ക്ലിയറൻസും കൂടി നമ്മൾ നോക്കണ്ട. ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയല്ലേ. ഈ ഒരു സാധനം ഇരിക്കണം നോക്കി. ഇത് പഴയതാണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്യാൻ മേടിച്ചാണ്, ടോപ്പപ്പ് ചെയ്യാൻ വെച്ചാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ പുട്ടിയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൽ ചെറിയ തുരുമ്പ് വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് പൊട്ടി ഇട്ടായിരുന്നട്ടോ. നമുക്ക് സിറ്റി പെർമിറ്റ് കിട്ടിയായിരുന്നു. അതാണ് ഈ കളർ അടിച്ചേക്കണം. സിറ്റി പെർമിറ്റിൻ്റെ ടെസ്റ്റിങ് ഇത് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ കേസ്. ഈ കളറ് ഐവറിയും ഈ ബ്ലാക്ക് അടിച്ചേർന്ന് അമ്മ. പിന്നെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂളിങ് അടിച്ചിട്ടുണ്ട്. എന്നൊക്കെ മനസ്സിലാവുമോ? കണ്ട കൂളിങ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഇളക്കണം. കൂളിങ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് പാസ്സാവുള്ളൂ. പിന്നെ ഈ പടുത അല്ല, ഇത് ഞാൻ തന്നെ തയ്ച്ചിട്ട് കേട്ടോ, സാധാരണ തയ്യൽ മെഷീനിൽ. ഇത് പട്ടിയുടെ ശല്യമുണ്ട്. നമ്മൊന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പട്ടി അങ്ങോട്ട് കയറും. എൻ്റെ സീറ്റൊക്കെ കടിച്ച് കീറുകയാണ്. ഞാൻ ഇതിൻ്റെ ഒപ്പം അതിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം. പട്ടി കയറി അടിച്ച് നശിപ്പിച്ച് കളഞ്ഞ് പഴയ സീറ്റ്, കാറിൻ്റെ സീറ്റ്. പിന്നെ നമ്മൾ എന്തായാലും അതിനൊക്കെ രണ്ടാമത് കവർ അടിക്കേണ്ട. നമ്മൾ സ്വന്തമായിട്ട് തന്നെ അടിക്കുകയുള്ളൂ. എല്ലാം നമ്മുടെ വീഡിയോയിലുണ്ടാവും. ഇനി അന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വണ്ടിയുടെ അപ്ഡേഷൻ ആയിരിക്കുള്ളൂ. നിങ്ങൾക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. വീഡിയോ ഉണ്ടോ? നിങ്ങൾക്ക് ബജാജ് മാക്സിമം XY ZD ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാം ഏകദേശം സെയിം പണി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കട്ടെ ഗൈസ്. കുറച്ച് ചെറിയൊരു കുട്ടി വർക്കും കൂടി ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ പടുത്ത് ഇട്ടേക്കണായിരുന്നു. പടുത്തേ കഴിച്ച് കളയണം. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ പണിയുണ്ട്. ഇത് അടിച്ച് നിവർത്താനുള്ള പൊട്ടിയിട്ട് കളയാനാണ്. അങ്ങനെ പിന്നെ അത് ഇവിടെ ഒരു കാറുകാരൻ പണിയൊന്നും നിർത്തിട്ട് കുഴപ്പമില്ല. ആ പീസൊക്കെ അമ്മ മാറും. പുതിയ പീസല്ല വെക്കണം. ഇപ്പോൾ തൽക്കാലം വെച്ചടിക്കും. അതുകൊണ്ട് നമ്മളുടെ അപ്പയുടെ അല്ലെങ്കിൽ ആൽഫയുടെ ഏതെങ്കിലും ഒന്ന് കയറ്റും. അപ്പോൾ ഏതാണ് നല്ലതെന്ന് എനിക്ക് രണ്ടും കൺഫ്യൂഷനാണ്. ഏതെടുക്കണമെന്ന് നിങ്ങൾ വെച്ചേക്കണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ബമ്പറില്ല. കമ്പനി ഇങ്ങനെ തുണിയില്ലാത്ത വണ്ടി പോലെ തന്നേക്കണേ. അപ്പോൾ എനിക്കിവിടെ ആപ്പയുടെ ബമ്പർ കയറ്റാനുള്ള പരിപാടിയുണ്ട്. ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആപ്പയുടെ ബമ്പർ കയറ്റി ഇവിടെ നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് കുറച്ച് ലൈറ്റ്സൊക്കെ വെച്ച് സംഭവം കൊട്ടനെ ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ആ പൊട്ടിയിട്ടേ കൈസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു ഇഞ്ചസ് ഒഴിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. നൈസായിട്ടൊന്ന് തട്ടിയതാണ്. എന്താ കയറിയിരിക്കണണ്ട പൊട്ടി. അപ്പോൾ ഇനി അത് ഉണങ്ങിയിട്ട് പേപ്പർ പിടിച്ച് ഇനി പെയിൻ്റ് അടിയിലേക്കാണ്ട നെക്സ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു അടിയെന്ന് വെച്ചാൽ വാഷിങ് ആണ്ട. ഇതാണ്ടാ ഈ ഒരു സാധനം നമ്മൾ മേടിച്ചാൽ കേട്ടോ. കൊള്ളാട്ടോ. എല്ലാ സാധനം 1500 രൂപ കേട്ടോ. 1500 രൂപക്ക് നമുക്ക് ഇഷ്ടമൊന്നുമില്ല. കാരണം വണ്ടി ഒരു പ്രാവശ്യം പുറത്തുകൊണ്ടേ കഴുകണമെങ്കിൽ 500 രൂപ കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി കഴുകാൻ 500 രൂപ കൊടുക്കണം. പിന്നെ അത് ആ കിടക്കുന്ന കാറ് നമ്മുടെ വണ്ടി വേണ്ട, അതിവിടെയാണ്
ഇടണ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ 2 കഴിയുന്ന 1000 രൂപ. പിന്നെ ബൈക്ക് തന്നെ ഇട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതാണ് നല്ലത്. അപ്പോൾ നമുക്കിട്ട് ഈ പണിയുടെ ഇടയിൽ ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നാലും പുട്ടിയൊക്കെ ഇട്ട് പേപ്പർ പിടിച്ച് അത് പിന്നെ ഞാൻ കഴുകണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കഴുകാം. വാഷ് ചെയ്തിട്ട് ഗൈസ് സർവീസ് സെൻ്ററിലൊക്കെ കൊണ്ട് വാഷ് ചെയ്തിട്ട് കാലം മറന്നു. അതൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ ടിപ്പ് മാറ്റട്ടെ ഗൈസ്. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പരന്നു വരും കേട്ടോ. ഇതിപ്പോൾ പോയിൻ്റ് അല്ലേ, ഇത് നമ്മൾ ഇടാൻ നേരത്തേക്കും വെള്ളം സ്പ്രെഡായിട്ട് വരുള്ളൂ. ഇത്ര ഉള്ള കാര്യം. നമ്മുടെ പോക്കറ്റിൽ കിടക്കട്ടെ. ജസ്റ്റ് മിനിറ്റായി. ഓക്കെ, നമുക്ക് വെച്ചേക്കാം. ഗൈസ്, അപ്പോൾ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടാ. പെയിൻ്റ് അടിക്കണമെന്ന് കാണിക്കാൻ പറ്റിയില്ല. എന്താ അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും കാണിക്കാൻ പറ്റാൻ ഞാൻ ഒറ്റക്കാർന്ന് വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കൂല. ലൈനൊക്കെ എടുത്തേക്കണേ. പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ അടിച്ച് തിളക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ മാസ്ക് വെച്ചാണ് ടോപ്പ് അടിച്ചിട്ടുണ്ട്, ഉള്ളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാ എല്ലാവർക്കും കഴിഞ്ഞ്. ജസ്റ്റ് ഗണ്ണ് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ഫുൾ സെറ്റായി. ഇത് നമ്മുടെ പുട്ടിയുടെ ഡോർ ഇതാണ്ട അടിച്ച്. അപ്പോൾ ഒരു ഇഞ്ചസ് ഒടിഞ്ഞിരിക്കണേന്ന് പറഞ്ഞല്ലോ ഡോറിൻ്റെ. ഇത് അത് മേടിച്ചായിരുന്നട്ടാ. ഒടുക്കത്തെ വിലയുണ്ട ഗൈസ് ഒരു ഇഞ്ചസിന്. ഒരു വിചാരിക്ക് 305 രൂപയാണ്. 305. അപ്പം നോക്കിക്കോ, കാണുന്ന പോലെയല്ല, അത്യാവശ്യം വിലയുണ്ട്. ഇതായിരിക്കും ഇവിടെ വിചാരിയില്ല. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം കേട്ടോ. സീറ്റിലൊക്കെ ചെറുതായിട്ടായിട്ടുണ്ട്. സീറ്റിലല്ല, പ്ലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യം നോക്കിയില്ല. എന്നാലും നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന സീനുകൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ള ഗൈസ്.
ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ തന്നെ സർവീസിങ് ഒക്കെ ഇരിക്കട്ടെ ഗൈസ്. ഇത് നമ്മുടെ ഈ സാധനമൊക്കെ കണ്ട ഇതൊന്ന് പൊളിച്ച് നോക്കിട്ടല്ല എന്താണ് ഇതിൻ്റെ അവസ്ഥ നോക്കട്ടെ. അടിസക്കെ ഇരിക്കാൻ അടിപൊളി. ഇപ്പോൾ സെറ്റപ്പായിട്ടാ ഗൈസ്. പിന്നെ എന്താണെങ്കിലും കംപ്രസറൊക്കെ വാടക എടുത്തേക്കണണ്ട 200 രൂപയാണ് ഇവിടെ റെൻറ്റ്. ഈ കംപ്രസർ കൊടുക്കണമെന്നുണ്ട് കൊടുക്കണമെന്നുണ്ട്. അണ്ടർ കോട്ട് കൈക്കടിക്കാന്ന് ഓർത്തിരിക്കുന്നതാണ് ഞാൻ കേട്ടോ. പിന്നെ ഒരു സംഭവം വിട്ടു കേട്ടോ, ബ്ലാക്ക് അടിക്കാണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തിരിക്കണത് എന്തായാലും നാളെ ഫ്രണ്ട് അഴിക്കണുണ്ട് ബുഷൊക്കെ മാറാൻ. അപ്പോൾ സിംഗിളായിട്ട് അടിക്കാമല്ലാന്ന് ഓർത്താണ്. ഓ ഗൈസ് ഒന്നും പറയേണ്ടത്. ഓക്കെ അടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഉറുമ്പ് കണ്ട, ഇത് ഉറുമ്പാണ്ട മാങ്ങാത്തൊലി സാമാനം കയറി ഉറുമ്പ് ഓടി വന്ന് അതിൻ്റെ വഴി വന്ന് ചത്തുപോയി. പോട്ടെ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരണേണ്. അപ്പം നാളെ എന്നല്ല ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഡെയിലി വീഡിയോ ഉണ്ടാവട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ ബൈ.